ചെമ്പനീർ പൂവിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യം തന്നെ കാണിക്കുന്നത് ശ്രുതി നല്ല കോടീശ്വരൻ്റെ ഗെറ്റപ്പിൽ ഇങ്ങനെ ഉമ്മറത്തിൽ വലിയ ഗൗണൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇരിക്കുവാണ്. അപ്പോൾ ശ്രുതിയും വന്ന് ശ്രുതിയുടെ കൂടെ ഇരിക്കുന്നുണ്ട്. ശ്രുതിയെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട്, എന്താ ശ്രുതി ഇങ്ങനെ നോക്കുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയുവാണ്, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ശ്രുതി, നമുക്ക് സ്വന്തമായിട്ടൊരു വീട്, അതും ഇത്രയും വലിയൊരു വീട് ഞാൻ സ്വപ്നം കാണുവാണോ എന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, ഇല്ല ശ്രുതി, ഇതൊക്കെ സത്യമാണ്, എത്രയും പെട്ടെന്ന് നമുക്ക് ബാക്കി പൈസയും കൂടി അറേഞ്ച് ചെയ്തിട്ട് ഈ ബംഗ്ലാവ് നമ്മുടെ കൈക്കുള്ളിലാക്കണം എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോഴേക്കും ഇവരുടെ വീട്ടിലോട്ട് ഒരു കാറ് വരുവാണ്. നല്ല ലക്ഷറി കാറാണ്. അതിൽ നിന്നും ഒരാൾ പുറത്തോട്ട് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ശ്രുതിയും പറയുന്നുണ്ട്, ഇതാരാ ഈ ടൈമിൽ, ഇനി നെയിം ബോർഡ് വെക്കാനുള്ള ആളെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു, അയാളായിരിക്കുമോ, അയാൾ ഇങ്ങനത്തെ ഇത്ര ലക്ഷറി കാറിൽ വരുമോ എന്നൊക്കെ ശ്രുതി ആലോചിച്ചുകൊണ്ടിരിക്കുവാണ്. എന്നിട്ട് അമ്മയെ അച്ഛന്നൊക്കെ പറഞ്ഞ് ചന്ദ്രയും രവീന്ദ്രനെയൊക്കെ വിളിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വരാന്തയിലോട്ട് വരുവാണ്. അപ്പോൾ ശ്രുതി പോയി ചോദിക്കുന്നുണ്ട്, നെയിം ബോർഡ് കൊണ്ടുവന്നോ? നെയിം ബോർഡോ, ഏത് നെയിം ബോർഡെന്ന് അയാൾ ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, ഞങ്ങൾ നെയിം ബോർഡ് അടിക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ ഓർത്ത് കമ്പനിയിൽ നിന്ന് വന്നതാണെന്ന്. അപ്പോൾ ഇയാൾ പറയുന്നുണ്ട്, നിങ്ങൾ ആരാണെന്ന് വെച്ചിട്ടാ എന്നോട് സംസാരിക്കുന്നത്, നിങ്ങൾ എന്തിനാ ഈ വീടിന് നെയിം ബോർഡ് വെക്കുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, പിന്നെ എൻ്റെ വീടിന് ഞാൻ നെയിം ബോർഡ് വെക്കാതെ വേറെ ആര് നെയിം ബോർഡ് വെക്കാനാ? അപ്പോൾ അയാൾ ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ വീടോ, അതാര് പറഞ്ഞു ഇത് നിങ്ങളുടെ വീടാണെന്ന്? അപ്പോൾ ശ്രുതി പറയും, പിന്നെ ഇത് ഞങ്ങളുടെ വീടാ, ഞങ്ങൾ 2 ദിവസമായി ഈ വീട് മേടിച്ചിട്ടെന്ന് പറയുമ്പോഴേക്കും ഇയാൾ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ആരുടെ കയ്യിൽ നിന്ന് മേടിച്ചു? അപ്പോഴേക്കും ശ്രുതിക്ക് ദേഷ്യം വരും. എത്ര ചോദ്യങ്ങൾ അയാൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളിത് ദുബായിൽ ബിസിനസ് നടത്തുന്ന വിശ്വനാഥൻ സാറിൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചതാന്ന് പറയുമ്പോഴേക്കും ഇയാൾ പറയുന്നുണ്ട്, വിശ്വനാഥൻ സാറോ? എടോ, അയാൾ ദുബായിൽ ബിസിനസ് ഒന്നും നടത്തുന്ന ആളല്ല, ഈ വീടിൻ്റെ ഓണറുമല്ല, അയാൾ ഇവിടെ വാടകയ്ക്ക് താമസിക്കുന്ന ആളാണെന്ന് പറയുമ്പോഴേക്കും ശ്രുതിയും പരസ്പരം മുഖത്തോട് മുഖം നോക്കുവാണ്. എല്ലാവർക്കും ഈ പറയുന്നത് കേൾക്കുമ്പോഴേക്കും ഭയങ്കര ഷോക്കാവുകയാണ്. സച്ചിൻ രേവതിയൊക്കെ മുഖത്തോട് മുഖം നോക്കുന്നുണ്ട്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, വന്നപ്പോൾ തൊട്ട് ഇയാൾ ഓരോന്നോരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ, നിൽക്ക് ഞാൻ ഇപ്പോൾ തന്നെ ആ ഓണറിനെ വിളിച്ച് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ശ്രുതി ഫോൺ എടുത്ത് വിശ്വനാഥൻ സാറിനെ വിളിക്കുവാണ്. അപ്പോഴേക്കും കോള് കണക്റ്റ് ആവുന്നില്ല, സ്വിച്ച് ഓഫ് എന്നാണ് പറയുന്നത്. അയാളെ വിളിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല, വേറൊരാളുടെ വീട് അയാളുടെ വീടാണെന്ന് പറഞ്ഞ് വിറ്റതല്ലേ, ഇനി അയാളെ വിളിച്ചാൽ കിട്ടാനും പോകുന്നില്ല എന്ന് ഈ വന്ന ആൾ പറയുമ്പോഴേക്കും ശ്രുതി ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തൊക്കെ ഈ പറയുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും വന്ന ആൾ പറയുന്നുണ്ട്, എടോ ഞാനാണ് ഈ വീടിൻ്റെ ഓണർ എന്ന് പറയുവാണ്. അപ്പോൾ എല്ലാവർക്കും അത് ഭയങ്കര ഷോക്കാവുകയാണ്. രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട്, അപ്പോൾ ഈ വീട് ഞങ്ങൾക്ക് എഴുതി തന്ന വിശ്വനാഥൻ? അപ്പോൾ ഈ വന്ന വ്യക്തി പറയുന്നുണ്ട്, അത് ഓണറൊന്നുമല്ല, ഈ വീട്ടിൽ വാടകയ്ക്ക് താമസിച്ചിരുന്ന ആളാണ്, ഞാൻ പറഞ്ഞില്ലേ എന്ന് പറയുവാണ്. 2 മാസമായി അയാൾ വാടക പോലും തന്നിട്ട്, ഈ വീട്ടിൽ പുതിയ ആൾക്കാരൊക്കെ വന്ന് താമസമാക്കിയെന്ന് കണ്ടവരൊക്കെ പറഞ്ഞായിരുന്നു, അതാ ഞാനിവിടെ അന്വേഷിക്കാൻ വേണ്ടി വന്നതെന്നൊക്കെ പറയുവാണ്. ആ വിശ്വനാഥൻ അയാൾ നിങ്ങളെ നല്ലതുപോലെ പറ്റിച്ചു എന്ന് പറയുമ്പോഴേക്കും ചന്ദ്രക്ക് ഭയങ്കര നെട്ടലാവുമാണ്. ചന്ദ്ര പറയുന്നുണ്ട്, എടാ ശ്രുതിമോനെ, എന്താ ഞാൻ ഈ കേൾക്കുന്നത്, എൻ്റെ ദൈവങ്ങളെന്നൊക്കെ വിളിച്ച് ചന്ദ്ര കരയുന്നുണ്ട്. എടുക്കാനുള്ളതൊക്കെ എടുത്തിട്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ ഈ വീട് കാലിയാക്കണം എന്ന് അയാൾ പറയുമ്പോഴേക്കും ശ്രുതിയോട് ചോദിക്കുന്നുണ്ട്, ശ്രുതി നമ്മളെപ്പോൾ പറ്റിക്കപ്പെട്ടോ? അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, അതേ ശ്രുതി എന്ന് പറയുമ്പോഴേക്കും ശ്രുതിയുടെ ബോധം അങ്ങോട്ട് പോവാണ്. രേവതിയും വർഷയും ഓടി വന്ന് ശ്രുതിയെ പിടിക്കുന്നുണ്ട്. രേവതി ഓടിപ്പോയി വെള്ളമൊക്കെ എടുത്തുകൊണ്ട് വന്ന് ശ്രുതിയുടെ മുഖത്ത് തളിക്കുന്നുണ്ട്. ശ്രുതി എഴുന്നേറ്റിട്ട് ശ്രുതിയുടെ അടുത്തിട്ട് പോയിട്ട്, ശ്രുതി നമ്മളപ്പോൾ പറ്റിക്കപ്പെട്ടല്ലേ, നമ്മുടെ പൈസ എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി കെട്ടിപ്പിടിച്ച് കരയുവാണ് ശ്രുതിയെ. ചന്ദ്രയാണെങ്കിലോ ദൈവത്തെയും വിളിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഇയാൾ പറയും, ആദ്യം നിങ്ങളെല്ലാവരും ഇവിടെ നിറങ്ങാൻ നോക്കിക്കേന്ന് പറയുമ്പോഴേക്കും ശ്രുതി സംസാരിക്കുന്നുണ്ട്, അയാൾ ഞങ്ങൾക്ക് ഡോക്യുമെൻ്റ് ഒക്കെ കാണിച്ചായിരുന്നു സാർ എന്ന് പറയുമ്പോഴേക്കും ഇയാൾ പറയുന്നുണ്ട്, എടോ ഇപ്പോഴത്തെ കാലത്ത് ഒരു ഫോൾസ് ഡോക്യുമെൻ്റ് ഉണ്ടാക്കാനൊക്കെ എന്തൊരു എളുപ്പമാണ്, രജിസ്റ്റർ ഓഫീസിൽ പോയി നിങ്ങൾ അന്വേഷിച്ചായിരുന്നോ? ഒന്നും അന്വേഷിക്കാതെ ഒരാൾ വീട് വിൽക്കാനിട്ടെന്ന് കേൾക്കുമ്പോൾ തന്നെ വന്ന് അവിടെ സ്ഥിരതാമസം ആക്കുവാണോ വേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് ഇയാൾ ശ്രുതിയും കുടുംബത്തെയൊക്കെ അപമാനിക്കുന്നുണ്ട്. ഇറങ്ങിപ്പോയി ഇവിടെ നിന്ന് പറയുമ്പോഴേക്കും സച്ചി സംസാരിക്കുന്നുണ്ട്, സർ ഈ വീട് വിൽപ്പനയ്ക്കിട്ടിരിക്കുക എന്ന് പറഞ്ഞിട്ട് എൻ്റെ ചേട്ടൻ 30 ലക്ഷം രൂപ അഡ്വാൻസ് കൊടുത്തിട്ട് മേടിച്ചതാ സർ, അയാൾ ഒരു ഫ്രോഡാണെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു എന്ന് പറയുമ്പോഴേക്കും ഇയാൾ പറയുന്നുണ്ട്, ഓണർ പറയുന്നുണ്ട്, ഇതൊക്കെ എന്തിനാ എന്നോട് നിങ്ങൾ പറയുന്നത്, ഞങ്ങളുടെ പൈസ അതിനൊരു വഴി കാണാതെ ഞങ്ങൾ എവിടെ പോകാനാന്ന് സച്ചി ചോദിക്കുമ്പോഴേക്കും ശ്രീകാന്തും സച്ചിക്കൊപ്പം സംസാരിക്കുന്നുണ്ട്. ഞങ്ങൾ ഇവിടെ നിന്ന് പോവില്ല സാർ എന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, എൻ്റെ മകൻ ഇത്രയും വലിയൊരു ബംഗ്ലാവ് മേടിച്ചു എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ സന്തോഷത്തിലിരിക്കുമായിരുന്നു, 30 ലക്ഷം രൂപ അഡ്വാൻസും കൊടുത്തു, അത് വെറുതെ ഉണ്ടാവുന്ന കാശൊന്നും അല്ലല്ലോ സർ, പക്ഷെ സാർ ഇപ്പോൾ ഒരു ഇടുത്തി വന്ന് തലയിൽ വീഴുന്നത് പോലെയാ ഈ വാർത്ത ഞങ്ങളോട് പറഞ്ഞതെന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര പൊട്ടിക്കരയുമ്പോഴേക്കും ഓണർ പറയുന്നുണ്ട്, ഞാൻ എന്ത് ചെയ്യാനാ, നിങ്ങളുടെ മകൻ ഒരു മണ്ടനായിപ്പോയി,
പോയി. എളുപ്പം നിങ്ങൾ ഈ വീടൊന്ന് കാലിയാക്കാൻ നോക്കുമെന്ന് പറയുവാണ് ഓണർ. എൻ്റെ മകൻ ആഗ്രഹിച്ചു മേടിച്ച വീടാണിതെന്നും പൈസ ഇല്ലാതെ ഞങ്ങൾ എങ്ങോട്ട് എവിടെ നിന്ന് ഇറങ്ങിപ്പോവാനാന്നൊക്കെ രവീന്ദ്രൻ ചോദിക്കുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അച്ഛാ കൂടുതലൊന്നും സംസാരിക്കണ്ട അച്ഛാ, നമുക്ക് പോയി പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്യാമെന്ന് പറയുവാണ്. അപ്പോൾ ഓണർ പറയുന്നുണ്ട്, നിങ്ങളൊന്നും സ്റ്റേഷനിൽ പോയി ബുദ്ധിമുട്ടണ്ട, ഞാൻ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലയിൻറ്റ് കൊടുത്തിട്ടാണ് വന്നത്, അവരിപ്പോൾ വൈകാതെ തന്നെ ഇങ്ങോട്ടേക്ക് എത്തിക്കോളും എന്ന് പറയുവാണ്. അങ്ങനെ പറയുമ്പോഴേക്കും നമ്മുടെ പോലീസ് ജീപ്പൊക്കെ ഈ ബംഗ്ലാവിൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുവാണ്. ശ്രുതിയും ഒക്കെ കരഞ്ഞ് തളർന്ന് നിൽക്കുവാണ്. അപ്പോൾ പോലീസ് ജീപ്പിൽ നിന്ന് ഇറങ്ങിയിട്ട് ചോദിക്കുന്നുണ്ട്, നിങ്ങളൊക്കെ എന്തിനാ ഇയാളുടെ വീട്ടിൽ വന്ന് താമസിക്കുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി വന്ന് കാര്യം പറയുന്നുണ്ട്. സർ 30 ലക്ഷം രൂപ ഞാൻ അഡ്വാൻസ് കൊടുത്തിട്ടാണ് സർ ഈ വീട്ടിൽ വന്ന് താമസിച്ചതെന്ന് പറയുമ്പോഴേക്കും പോലീസ് പറയുന്നുണ്ട്, വിശ്വനാഥൻ്റെ കയ്യിലല്ലേ നിങ്ങൾ അഡ്വാൻസ് കൊടുത്തത്, അയാൾ ഒരു ഫ്രോഡാണെന്നും ഇതുപോലെ കുറേ പേരെ അയാൾ പറ്റിച്ചിട്ടുണ്ടെന്നൊക്കെ ഈ പോലീസ് ശ്രുതിയോട് പറയുവാണേ. എന്നിട്ട് പറയുന്നുണ്ട്, ഇതുപോലെ ഓരോ വീട്ടിലും വാടകയ്ക്ക് താമസിച്ചിട്ട് തൻ്റെ വീടാണെന്ന് പറഞ്ഞ് അത് ബാക്കിയുള്ളവർക്ക് വിറ്റ് അഡ്വാൻസും മേടിച്ച് അവർ ആ സ്ഥലത്ത് നിന്നും മുങ്ങും, അത് അയാളുടെ സ്ഥിരം പണിയാണെന്നൊക്കെ പറയുന്നുണ്ട് പോലീസ്. ഇത് കേൾക്കുമ്പോഴേക്കും ശ്രുതിയും തളർന്നു പോവാണ്. ഞങ്ങൾ കുറേ നാളായി ഈ വിശ്വനാഥനെ അന്വേഷിച്ച് നടക്കുന്നു, പക്ഷെ ഞങ്ങൾക്ക് അയാളെ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോഴേക്കും സച്ചി ശ്രുതിയോട് ചോദിക്കുന്നുണ്ട്, എടാ നിന്നോട് ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞതല്ലേ അയാൾ ടാക്സിയിലാണ് വന്നത്, അയാൾ നിന്നെ പറ്റിക്കുവാണോ എന്ന് സംശയമുണ്ടെന്നൊക്കെ. അപ്പോൾ ശ്രീകാന്തും ശ്രുതിയെ ചോദ്യം ചെയ്യുന്നുണ്ട്, എന്താ ശ്രുതിയേട്ടാ ഇത്, ഇന്നലെ വീട്ടിൽ വെച്ച് അയാൾ കാശ് മേടിക്കുന്നത് കണ്ടപ്പോൾ തന്നെ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു, ഇതൊക്കെ രജിസ്റ്റർ ഓഫീസിൽ വെച്ച് ചെയ്യേണ്ട കാര്യമല്ലേ എന്ന്. പിന്നെ ശ്രുതിച്ചേട്ടൻ എല്ലാ പ്രൊസീജിയേഴ്സും ക്ലിയർ ചെയ്തിട്ടുണ്ടാവും എന്ന് ഓർത്തിട്ടാണ് ഞാനൊന്നും ചോദിക്കാണ്ടിരുന്നതെന്നൊക്കെ ശ്രീകാന്തും ശ്രുതിയോട് പറയുന്നുണ്ട്. ശ്രുതി ഒന്നും മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുവാണ് കേട്ടോ. അപ്പോൾ പോലീസ് പറയുന്നുണ്ട്, കണ്ടാ പഠിച്ച ഒരാളെ പോലെ ഉണ്ടല്ലോ, എന്നിട്ട് ഇങ്ങനെ പറ്റിക്കപ്പെടുമെന്ന് ചോദിക്കുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, കുറേ പഠിച്ചിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ സാർ, ഒരു വിവരവും ഇല്ല എന്നൊക്കെ പറയുമ്പോഴേക്കും നമ്മുടെ ശ്രുതി ആകെ തളർന്ന് കരഞ്ഞ് പറയുന്നുണ്ട്, എൻ്റെ സച്ചി നീയൊന്നും മിണ്ടാതിരിക്കുക, ഇവിടെ നിന്ന് പോകുമെന്ന് പറഞ്ഞ് സച്ചിനോട് അപേക്ഷിക്കുവാണ്. കൂടുതലൊന്നും പറഞ്ഞ് എന്നെ തളർത്തല്ലേ എന്ന് പറഞ്ഞ് ശ്രുതി കരയുവാണ്. നിങ്ങൾ കൂടുതലൊന്നും സംസാരിക്കാൻ നിൽക്കണ്ട, ആദ്യം എൻ്റെ വീട് കാലിയാക്കി താന്ന് ഓണർ പറയുമ്പോഴേക്കും പോലീസുകാർ ഇവരോട് ആവശ്യപ്പെടുന്നുണ്ട്, എളുപ്പം എടുക്കാനുള്ള സാധനങ്ങളൊക്കെ എടുത്ത് ഇപ്പം തന്നെ ഇവിടെ നിന്ന് ഇറങ്ങണം എന്ന് പറയുമ്പോഴേക്കും രവീന്ദ്രൻ പറയുന്നുണ്ട്, സാർ ഞങ്ങളുടേതൊരു സാധാരണ കുടുംബമാണ്, ഈ 30 ലക്ഷം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് അയാൾക്ക് കൊടുത്തത്, ഞങ്ങളുടെ പൈസക്ക് ഒരു വഴി അറിയാതെ ഞങ്ങൾ എങ്ങനെയാണ് ഈ വീട് വിട്ട് പോകുന്നതെന്ന് പറയുമ്പോഴേക്കും പോലീസ് പറയുന്നുണ്ട്, നിയമപരമായിട്ട് ഇത് ഇയാളുടെ വീടാണ്, അയാൾ പറയുമ്പോൾ നിങ്ങൾ ഈ വീട്ടിൽ നിന്ന് ഒഴിഞ്ഞു കൊടുത്തേ പറ്റൂ, എടുക്കാനുള്ളതൊക്കെ എടുത്തിട്ട് എത്രയും പെട്ടെന്ന് ഇറങ്ങണം, നിങ്ങൾ സ്റ്റേഷനിൽ വന്നൊരു പരാതി എഴുതിത്താ, ഇയാളെപ്പറ്റി ഞങ്ങൾ കുറേ നാളായി അന്വേഷിച്ച് നടക്കുന്നു, എന്തെങ്കിലും വിവരം കിട്ടുവാണെങ്കിൽ നിങ്ങളെ അറിയിക്കാം എന്നൊക്കെ പറയുന്നുണ്ട് പോലീസ് രവീന്ദ്രനോട്. രവീന്ദ്രൻ അപ്പോൾ ശ്രുതിയോടായിട്ട് പറയുന്നുണ്ട്, ശ്രുതി അവർ പറയുന്നതിലും കാര്യമുണ്ട്, നമുക്ക് ഈ വീട്ടിൽ നിന്നും പോകാം മോനെ എന്ന് പറഞ്ഞിട്ട് ശ്രുതിയെയും വിളിച്ചുകൊണ്ട് അകത്തോട്ട് പോവാണ്. പിന്നെ അവിടെ ഒരു കൂട്ടക്കരച്ചിലാണ്, ചന്ദ്രയും ശ്രുതിയും രവീന്ദ്രനും കൂടി പൊട്ടിക്കരയുവാണ്. എന്നിട്ട് എല്ലാവരും കൂടി അകത്ത് പോയി സാധനങ്ങളൊക്കെ എടുത്ത് ബാഗൊക്കെ പാക്ക് ചെയ്ത് പുറത്തോട്ട് ഇറങ്ങുവാണ്. കാറിൽ കയറാൻ നേരം ശ്രുതിയും ചന്ദ്രയും ഒക്കെ ഈ ബംഗ്ലാവിൽ നോക്കി ഇങ്ങനെ ഭയങ്കരമായിട്ട് വിഷമിക്കുവാണ്. പൊട്ടിക്കരഞ്ഞുകൊണ്ട് കാറിൽ കയറി അവർ ആ 3 കോടി രൂപയുടെ ബംഗ്ലാവിൽ നിന്നും പടിയിറങ്ങുവാണ്. ഏറെ വിഷമത്തോടെ കുറേ സ്വപ്നങ്ങളൊക്കെ കണ്ടുകൊണ്ടാണല്ലോ അവർ ഈ ബംഗ്ലാവിലോട്ട് കയറിപ്പോകുന്നത്. ഏതായാലും ഇതോടുകൂടി നമ്മുടെ ശ്രുതിയുടെയും ചന്ദ്രയുടെയും അഹങ്കാരമൊക്കെ അടങ്ങിയിട്ടുണ്ടാവും. ചന്ദ്ര നിലത്തൊന്നും അല്ലായിരുന്നു മകൻ ഇത്രയും കോടി രൂപയുടെ ബംഗ്ലാവ് മേടിച്ചെന്ന് പറഞ്ഞിട്ട്. പക്ഷെ അതുപോലെ തന്നെ ഇവരുടെ വിഷമത്തിൽ എല്ലാവരും പങ്കുചേരുന്നുണ്ട്. സച്ചിക്കും ശ്രീകാന്തിനും എല്ലാവർക്കും നല്ല സങ്കടമാവുന്നുണ്ട് കേട്ടോ ശ്രുതിയുടെ ഈ അവസ്ഥ കണ്ടിട്ട്. ചന്ദ്രോദയത്തിലെത്തിയിട്ട് എല്ലാവരും ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, നിങ്ങൾ എന്തിനാ എല്ലാവരും ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്, ഇതിവിടെ സ്ഥിരം നടക്കുന്ന സംഭവങ്ങളല്ലേ, ഒന്നെങ്കിൽ ഇവൻ ഇവിടെ നിന്ന് പൈസ എടുത്തോണ്ട് ഓടും, അല്ലെങ്കിൽ ആരെങ്കിലും ഇവനെ പറ്റിച്ചിട്ട് പൈസ അടിച്ചു മാറ്റും. സച്ചി ഇതൊക്കെ എൻ്റെ പേഴ്സണൽ വിഷയമാണ്, നീ ഇതിൽ ഇടപെടണ്ടെന്ന് ശ്രുതി പറയുമ്പോഴേക്കും രവീന്ദ്രൻ ദേഷ്യം വന്ന് ശ്രുതിയെ തല്ലുന്നുണ്ട്. എടാ എന്താണ് നിൻ്റെ പേഴ്സണൽ വിഷയം, എല്ലാവരെയും അങ്ങോട്ടേക്ക് കൊണ്ടുപോയി താമസിപ്പിച്ചിട്ട് ലാസ്റ്റ് നമ്മൾ അപമാനപ്പെട്ട് ഇറങ്ങേണ്ടി വന്നില്ലേ, പോലീസുകാർ വന്ന് നമ്മളെ അടിച്ചിറക്കുക പോലെയല്ലേ ഇറക്കി വിട്ടതെന്നൊക്കെ രവീന്ദ്രൻ പറയുന്നുണ്ട്. എന്നിട്ട് കുറേ ഉപദേശിക്കുന്നുണ്ട് ദേഷ്യത്തിൽ, നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞതാ മനുഷ്യൻ്റെ കൊക്കിലൊതുങ്ങുന്നതേ കൊട്ടാവൂ എന്നൊക്കെ, പക്ഷെ നിനക്കോ അത്യാഗ്രഹം പിടിച്ച് നടക്കുമായിരുന്നില്ലേ, 30 ലക്ഷം നിസ്സാര പൈസയാണോടാ, എന്തോരം കഷ്ടപ്പെട്ടാലാ അത്രയും വലിയൊരു തുക ഉണ്ടാക്കാൻ പറ്റുന്നതെന്നൊക്കെ പറഞ്ഞ് രവീന്ദ്രൻ ഒരുപാട് ചീത്ത പറയുന്നുണ്ട് ശ്രുതിയെ. ചന്ദ്ര അപ്പോഴും ശ്രുതിയെ വിട്ടുകൊടുക്കുന്നില്ല കേട്ടോ, രവീന്ദ്രനെ ചീത്ത പറയുന്നുണ്ട്. നിങ്ങൾ കൊടുത്ത പൈസയൊന്നും അല്ലല്ലോ 30 ലക്ഷം, അവൻ ഏതൊക്കെയോ വഴിയിൽ ഒപ്പിച്ചതല്ലേ എന്ന് പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, ഓഹോ അപ്പോൾ അച്ഛൻ കൊടുത്ത പൈസ ഇല്ലാത്തതുകൊണ്ട് അച്ഛനെ ചോദ്യം ചെയ്യാൻ അവകാശമില്ലെന്നാണോ അമ്മ പറയുന്നത്, എന്നാൽ അച്ഛൻ്റെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റിയ 50 ലക്ഷത്തിനെ പറ്റി ചോദിക്കച്ച, അതിനെപ്പറ്റി ചോദ്യം ചെയ്യാലോ എന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, അതൊക്കെ പഴയ വിഷയമാണ്, നീ അത് ഇനിയും എടുത്തിടണ്ടെന്ന് പറയുമ്പോഴേക്കും രവീന്ദ്രൻ ചന്ദ്രയെ ചീത്ത പറയുന്നുണ്ട്. നീ ആദ്യം വായടച്ചിരിക്ക് ചന്ദ്രേ, നീയായി ഇവനെ ചീത്താക്കിയത്,
ചെറുപ്പം മുതലേ ഇവൻ കോടീശ്വരനാകും, ലക്ഷാധിപതിയാവും എന്നൊക്കെ പറഞ്ഞ് അവൻ്റെ തലയിൽ അത് കുത്തി കയറ്റിയിട്ട് അവൻ അതാ ഇങ്ങനെ ഓരോ അബദ്ധത്തിലൊക്കെ ചെന്ന് ചാടുന്നത്. ഇതിനെല്ലാം കാരണം നീയാണെന്നൊക്കെ പറഞ്ഞ് രവീന്ദ്രൻ ചന്ദ്രയെ ചീത്ത പറയുന്നുണ്ട്. ഇതൊക്കെയാണ് അപ്പോൾ നാളത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങൾ. കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി.